ഈ വീഡിയോയിൽ ഫെസ്റ്റിയിൽ എങ്ങനെയാണ് റിസൾട്ട് ആഡ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഫെസ്റ്റിയിൽ 3 ടൈപ്പ് റിസൾട്ട് ആണുള്ളത്. ഒന്നാമത്തെ മാനുവൽ റിസൾട്ട്, പിന്നെ മാനുവൽ സ്കോർ, പിന്നെ ഓൺലൈൻ ജഡ്ജ്മെന്റ്. മാനുവൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിസൾട്ടുകൾ ആഡ് ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ അഡ്മിൻ തന്നെ നേരെ ആഡ് ചെയ്യുക. ജഡ്ജസ് തന്നെ സ്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരാന്ന് തീരുമാനിച്ചിട്ട് നേരെ റിസൾട്ട് ആഡ് ചെയ്താണ് വളരെ എളുപ്പമായിട്ടുള്ള റിസൾട്ട് എൻട്രി ചെയ്യാനുള്ള മാർഗം. അപ്പോൾ നമുക്ക് മാനുവൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം വന്നു, ബിസെറ്റാനുള്ള പ്രോഗ്രാം എടുത്തു. ഇതിന് ഇവിടെ മാനുവൽ റിസൾട്ട് ആണെന്ന് ഉറപ്പുവരുത്തുക, ജഡ്ജ്മെന്റ് മാനുവൽ റിസൾട്ട് ആണെന്ന് ഉറപ്പുവരുത്തുക. ആ പ്രോഗ്രാമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട്സ് എന്നുള്ള ഭാഗം ഉണ്ടാവും. ഇവിടെ പൊസിഷൻ ഗ്രേഡ് നേരെ അടിച്ചു കൊടുക്കാനുണ്ടാവും. ജസ്റ്റ് നമുക്ക് ഏതാണ് പൊസിഷൻ, ഫസ്റ്റ് 8 എ ഗ്രേഡ്, സെക്കൻഡ് 8 ബി ഗ്രേഡ് ആണെങ്കിൽ ഇതേപോലെ റിസൾട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സേവ് റിസൾട്ട് കൊടുക്കാം. ഒരു സേവ് റിസൾട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. സേവ് റിസൾട്ട് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും റിസൾട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ റിസൾട്ട് ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ടിന്റെ പേജിലേക്ക് വരാം. റിസൾട്ടിന്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് ഓരോ പരിപാടിയും നേരെ സെലക്ട് ചെയ്തിട്ട് റിസൾട്ട് ആഡ് ചെയ്യാൻ പറ്റും. പരിപാടി സെലക്ട് ചെയ്യാം, നേരെ റിസൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്. വേറെ റിസൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഓരോ മാനുവൽ റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രോഗ്രാം എടുക്കുക. ഫസ്റ്റ് ആരാണ് സെക്കൻഡ് ആണ് നേരെ സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ നേരെ സേവ് റിസൾട്ട് കൊടുക്കാം. എത്രയും എളുപ്പമാണ്.